കഴിഞ്ഞ ദിവസം എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് വന്ന 2 സഹോദരിമാരുടെ കഥയാണ്. ഒരു സഹോദരി നല്ല തലമറച്ച് മഫ്തയൊക്കെ ഇട്ട സഹോദരി, മറ്റൊരു സഹോദരി നല്ല കുറിയിട്ട സഹോദരി. കുറിയിട്ട സഹോദരി കൂടെ 2 കൊച്ചു കുട്ടികളുമുണ്ട്. ഒരു കുട്ടി ഇപ്പുറത്തൊക്കെ കളിച്ച് നടക്കുന്നു, ഒരു കുട്ടി ഈ സഹോദരിയുടെ കയ്യിലാണ്. ഈ പർദ്ദയിട്ട സഹോദരിയെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇവരുടെ ഈ ഊഷ്മള ബന്ധവും സഹോദരക്കും ഞാൻ ചോദിച്ചു, നിങ്ങൾ അയൽവാസികളാണോ എന്ന് ചോദിച്ചു, അല്ലെ കൂട്ടുകാരികളാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതുക്കും മേലെയാണ്, ഞങ്ങൾ ഇളയച്ചും മൂത്തച്ചിയാണെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരിയാണ് ഇവളെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന് ഒരേ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി എന്തിനാണ് മതങ്ങളും അവരുടെ രാഷ്ട്രീയമൊക്കെ തടസ്സമായി നിൽക്കുന്നത്? ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി നടത്തിയതൊക്കെ ആരാ? ഇല്ലേ, മൂത്താപ്പ ഇളയപ്പ ആരോ നോക്കിയല്ലോ, അവരൊക്കെ വേറെ മതസ്ഥരാണ്. പക്ഷെ അതിനു മുമ്പിൽ അവർക്കുള്ള സ്നേഹബന്ധങ്ങൾക്കോ ഇതിനൊന്നും അതൊരു തടസ്സമായി നിന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. അതിനു മുമ്പിൽ ഒരിക്കലും നമ്മുടെ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് നമ്മുടെ മതങ്ങളും നമ്മുടെ രാഷ്ട്രീയമൊക്കെ. അതൊന്നും നമ്മുടെ ഹാർഡ്വെയർ അല്ല. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്, നമ്മുടെ നെർവസ് സിസ്റ്റമാണ്, നമ്മുടെ കോശങ്ങളാണ്, അല്ലേ? ഇതൊക്കെയാണ്. അത് മനുഷ്യർ തമ്മിലുണ്ടാക്കുന്നൊരു ബന്ധത്തിന് മുമ്പിൽ അതൊന്നും ഒരിക്കലും തടസ്സമായി നിൽക്കാൻ പാടില്ല. ആ സഹോദരിമാരെ കണ്ട ഒരു നിമിഷം എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ വിവാദങ്ങളും മാഞ്ഞുപോയി. അവർ പരസ്പരം ആരെങ്കിലും മതം മാറിയിരിക്കാം, പക്ഷെ ബന്ധം മാറുന്നില്ല. നമുക്കെല്ലാം വ്യത്യസ്ത മതങ്ങളായിരിക്കാം, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയിരിക്കാം. അതൊക്കെ ഒന്നും ഒരു വിഷയമായ കാര്യമല്ല. അതൊന്നും അല്ല നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ടത്. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ അത് ഇവിടെ നിലനിൽക്കേണ്ടതാണ്. ഹ്യൂമൻ സ്പീഷീസ് എന്ന രീതിയിൽ നിൽക്കണമെങ്കിൽ മാനുഷിക ബന്ധങ്ങൾ അവിടെ നിലനിൽക്കേണ്ടതുണ്ട്. കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ അലബിലി കൂടുന്നുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആ കളി ഒരു തമ്മിലടി അല്ലായിരുന്നു, മതത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള തടിയല്ല, സ്വന്തം അമ്മൂമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു മത്സരമായിരിക്കും. തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, ഇത് സിനിമയല്ല, ഇത് യഥാർത്ഥ ജീവിതമാണ്. ഭാരതം വിഭജനത്തിൻ്റെ നാടല്ല, ഭാരതത്തിൻ്റെ ഒരു പാർട്ടായ കേരളം വിഭജനത്തിൻ്റെ നാടല്ല, കേരളം സൗഹൃദത്തിൻ്റെ നാടാണ്.